അംബേദ്കറിനെ പോലെ ഭരണഘടനയുടെ രൂപം തന്നെ തയ്യാറാക്കിയ ഒരു മനുഷ്യനെ പരാജയപ്പെടുത്തിയ തിരഞ്ഞെടുപ്പാണ് ഇന്ത്യൻ ജനാധിപത്യം എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയമായ തിരഞ്ഞെടുപ്പുകളും വിധികളും രാഷ്ട്രീയമായി ശരിയാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. ബി.ആർ. അംബേദ്കറിനെ പോലും ഇലക്ഷനിൽ തോൽപ്പിച്ച, ഭരണഘടനാ ശില്പിയെ വരെ തോൽപ്പിച്ച ഒരു പാരമ്പര്യം നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഇലക്ട്രൽ ഡിസിഷൻസും നല്ലതാണെന്നോ ശരിയാണെന്നോ ഒന്നും പറയാൻ കഴിയില്ല എന്ന് പുള്ളി പറയുന്നു. അതിലും ഉള്ള ധ്വനി ഇത് തന്നെയല്ലേ? അതായത് വോട്ടിൽ തോറ്റു, എത്ര വലിയ തോൽവി അനുഭവിച്ചു എന്ന് പറഞ്ഞാലും അതിൽ ഒരു ഇലക്ട്രൽ റൈറ്റ്, അല്ലെങ്കിൽ സോറി, ഒരു ഡെമോക്രാറ്റിക് ഒരു നന്മയാണ് അവിടെ സംഭവിച്ചത് എന്ന് പറയാൻ കഴിയില്ല എന്ന് പുള്ളി പറയുമ്പോൾ ഇത്തവണത്തെ ഇലക്ഷനെ പറ്റി തന്നെ ആയിരിക്കുമല്ലോ. ഈ പറഞ്ഞ അരിയാഹാരത്തിൻ്റെയൊക്കെ ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അപ്പോൾ ഇവരിലെല്ലാം കാണുന്ന ഒരു കോമൺ ഫാക്ടർ എന്താണ്? ജനങ്ങൾക്കാണ് തെറ്റുപറ്റിയത്. ഞങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചില്ലെങ്കിൽ ജനങ്ങൾ മണ്ടന്മാരാണ്. ഞങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന അന്ന് വരെ കേരളം പ്രബുദ്ധ